യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ പേര് ഷീബ ജോൺ. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ അൽഫോൻസ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂൺ 16 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണം, എനിക്ക് 2019 എൻ്റെ ഭവനത്തിലേക്ക് ഒരു വലിയ ദുരന്തം കടന്നു വന്നു. അതിൽ ഞാനും എൻ്റെ കുടുംബവും വലിയ വേദനയിലായിരുന്നു, നിരാശയിലുമായിരുന്നു. പല ധ്യാനകേന്ദ്രങ്ങളിലും ഞാൻ പോയി, എനിക്കതിനൊന്നും നല്ല ഒരു ആശ്വാസം കിട്ടിയിരുന്നില്ല. പിന്നെ ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുമ്പോഴും എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടും പിന്നെ ഇവിടെ വന്ന ആശ്വാസം കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിവില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോയി ബസ്സിൽ കയറിയ ആ നിമിഷം മുതൽ എന്നെ എന്തൊരു ശക്തി നയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. പിന്നീട് മാതാവിൻ്റെ സുഗന്ധ അഭിഷേകങ്ങളും എല്ലാം അനുഭവിക്കാൻ തുടങ്ങി ഞാൻ. അതിൽ നിന്നെല്ലാം പിന്നെ അച്ഛനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഈ ദേവാലയത്തിൻ്റെ അറ്റത്ത് പുറകിലിരിക്കുമ്പോൾ അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു, എന്താ മോളെ കരയുന്നതെന്ന്. ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയ സമാധാനം കിട്ടി മനസ്സിന്. ഞാൻ ആരോടും ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളെന്ന് വെച്ചാൽ, എനിക്ക് HCV എന്ന വൈറസ് രോഗം ഉണ്ടായിരുന്നു. അത് ജീവിതകാലം മുഴുവനും എനിക്ക് മെഡിസിൻ എടുക്കണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 3 മാസം മെഡിസിൻ കഴിച്ചു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ 38 ലക്ഷം വൈറസ് എൻ്റെ ശരീരത്തിൽ നിന്ന് നിർവീര്യമായി. പിന്നീട് ഞാൻ തൈലവും ഉപ്പും ഉള്ളിൽ കഴിക്കുകയും നെഞ്ചിൽ പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി നിർവീര്യമായതാണോ 38 ലക്ഷം വൈറസ് ഉള്ളതാണോ? നിർവീര്യമായി, 38 ലക്ഷം നിർവീര്യമായി. പിന്നീട് വെറും 15 എണ്ണമായി മാറിയത്. അത് ഉടമ്പടി എടുത്തതിന് ശേഷം? ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അത് ഞാൻ ഉപ്പും തൈലവും ഉള്ളിൽ കഴിക്കുകയും തൈലം നെഞ്ചിൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പരിപൂർണമായിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് ആ രോഗത്തിൽ നിന്നും മുക്തി തന്നു. എൻ്റെ വീട്ടിലെ പാമ്പുകളുടെയും തേളുകളുടെയും ഉപദ്രവങ്ങളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ ആ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതായി. ഒരു ദിവസം ഞാൻ സന്ധ്യപ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത്, ഞാൻ സന്ധ്യപ്രാർത്ഥന ചൊല്ലുമ്പോൾ മുന്നും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പും വിശ്വാസപ്രമാണം ചൊല്ലി തൈലമെടുത്ത് ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ഞാൻ തേക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ പട്ടി കുരച്ചു. അപ്പോൾ പുറത്ത് ആരോ വന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ നോക്കാൻ പോയത്. അപ്പോൾ ഞാൻ ഡോറ് തുറന്ന് കട്ടിലപ്പടി ചവിട്ടി സിറ്റൗട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആ കട്ടിലപ്പടിയിൽ എന്തോ ഒന്ന് ചവിട്ടിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പാമ്പായിരുന്നു. അത് ഹാളിലേക്ക് കയറി അത് പത്തി വിടർത്തി നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതെന്നെ കടിക്കാതിരുന്നത് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി വണ്ടി ഓടിച്ച് പഠിച്ചിട്ടുണ്ട്. അത് സ്കൂട്ടി ഓടിക്കും. അപ്പോൾ വീട്ടിൽ ആരുമില്ല. അപ്പോൾ 4 വീലർ ഇതുപോലെ ഒറ്റയ്ക്ക് എടുത്തപ്പോൾ എനിക്ക് വാതത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ വെള്ളമൊക്കെ തട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ലൈസൻസ് എടുത്തതാണ്. അപ്പോൾ എനിക്ക് കാർ ഓടിച്ച് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. പള്ളിയിൽ പോകാൻ വേണ്ടി ആണ് ഞാനത് ആഗ്രഹിച്ചത്. അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ആക്സിഡൻ്റായി. അതിനുശേഷം എനിക്ക് വണ്ടി എടുക്കുവാനായിട്ട് ഭയങ്കര ഭയമായിരുന്നു. പിന്നീട് കുറേ നാളത്തേക്ക് ഞാൻ വണ്ടി എടുക്കില്ലായിരുന്നു. പിന്നെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം ആരോ പറഞ്ഞു, തൈലം അങ്ങനെ വണ്ടി എടുക്കുമെന്ന്. അങ്ങനെ ഞാൻ കാശ് രൂപം വെച്ച്, മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചും തൈലം
തേച്ചും കാശുരൂപം വണ്ടിയിലെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ചുറ്റിനും പ്രാർത്ഥിച്ചൊക്കെ വണ്ടി എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഭയം കൂടാതെ വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അടുത്ത അനുഗ്രഹം എന്ന് വെച്ചാൽ അത് പരിശുദ്ധ അമ്മ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കമ്പനിയിൽ ജോലി കുറവാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാനും ഭർത്താവും ഒരുമിച്ച് വന്നിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഭർത്താവ് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിസ അടിക്കില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞു, ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഓഫീസിലും ജോലി സ്ഥലത്തും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 55 വയസ്സ് കഴിഞ്ഞവർക്ക് വിസ അടിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലമായി ഉപ്പൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിസ അടിച്ച് കിട്ടി. ആദ്യത്തെ പ്രാവശ്യം വിസ അടിച്ച് കിട്ടി. അത് പരിശുദ്ധ അമ്മ അവിടെ ചെന്ന് വിസ അടിച്ചതാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അവിടെയുള്ള HR-ഉം ഓഫീസർമാരും എല്ലാവർക്കും അതിശയമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു, വിസ അടിക്കില്ല എന്ന് പറഞ്ഞതാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവരെയൊക്കെ അതിശയമായിരുന്നു. പിന്നെ 2 പ്രാവശ്യമാണ് വിസ അടിച്ചത്. ഒരു തവണയല്ല, 55 വയസ്സ് കഴിഞ്ഞിട്ട് 2 തവണ വിസ അടിച്ചു. ഇപ്പോഴും ജോലിയിൽ തുടരുന്നു. ഈ ഒക്ടോബർ വരെ പരിശുദ്ധ അമ്മ വിസ അടിച്ച് തന്നാൽ ഒക്ടോബർ വരെ ജോലി ചെയ്യാൻ ഭർത്താവിന് അവസരം നൽകി. ജോലിയില്ല, ആ കമ്പനിയിൽ ജോലി ഇല്ലാഞ്ഞിട്ടും എൻ്റെ ഭർത്താവിനവിടെ തിരഞ്ഞെടുത്തത് അമ്മ അവിടെ ചെന്ന് വിസ അടിച്ചിട്ടാണ്. ജോലിയില്ല കമ്പനിയിൽ ഓൾറെഡി. എന്നാലും സാലറിയൊക്കെ കിട്ടുന്നുണ്ടോ? സാലറി എല്ലാം ഈ മാസം കൂടി സാലറി കിട്ടി, ഒരു മുടക്കം കൂടാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ജോലി ഇല്ല എന്നാണോ ജോലി കുറവാണെന്നാണോ? ജോലി കുറവാണ്, ഇപ്പോൾ ജോലി ഇല്ല, ഒട്ടുമില്ല ഇപ്പോഴും. എങ്കിലും ഹസ്ബൻഡിനെ ശമ്പളത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ സഹോദരിക്ക് ഈ ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ലായിരുന്നു. സഹോദരി എൻ്റെ വീട്ടിൽ വരുമ്പോൾ സഹോദരിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഒരു രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു. ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ എൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാനായിട്ട് എണീക്കാറില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് വെള്ളം കുടിക്കാനായിട്ട് പോയപ്പോൾ ചേച്ചി കിടന്നിരുന്ന റൂമിൽ നിന്നും ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടി എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. നെഞ്ചുവേദന മാറിയിട്ടില്ല, ഞാൻ ഒരു പോള കണ്ണ് പോലെ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കാശുരൂപം എടുത്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി കാശുരൂപം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. പിന്നെ തൈലം എടുത്തിട്ട് ഞാൻ ചേച്ചിയുടെ നെഞ്ചിൽ തേച്ച് കൊടുത്തു. പിന്നെ ജപമാല കട്ടിലിനരികിൽ ഇന്ന് ഞാൻ ചേച്ചിക്ക് വേണ്ടി ജപമാല ചൊല്ലി കാഴ്ചവെച്ചു. ആ ജപമാല ചൊല്ലി തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരി ഉറങ്ങിപ്പോയി. അത് പിന്നീട് സഹോദരിക്ക് വിശ്വാസമായി. ഇപ്പോൾ ഇവിടെയില്ല, വിദേശത്താണ്. എങ്കിലും എല്ലാ വർഷവും വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിതവേല എന്ന് പറയുന്നത്, ഞാൻ പത്രങ്ങൾ ആദ്യമെല്ലാം പള്ളികളിലാണ് കൊടുത്തിരുന്നത്. എനിക്ക് നാണക്കേടായിരുന്നു പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പള്ളിയിലൊന്നും കൊടുക്കാറില്ല. ഞാൻ ഹോസ്പിറ്റലുകളിലും വഴിയോരങ്ങളിലും ഓട്ടോ സ്റ്റാൻഡുകളിലുമെല്ലാം ആണ് കൊടുക്കുന്നത്. അത് പത്രത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇട്ടാണ് ഞാൻ കൊടുക്കാറ്. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പറയാറുമുണ്ട്. കൂടുതലും വിജാതിയർക്കാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും ആ കൃത്യസമയത്ത് ലൈവായി തന്നെ ഞാൻ കാണാറുണ്ട്. അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, പൊതിച്ചോറുകളുണ്ടാക്കി ഹോസ്പിറ്റലുകളിലും വഴിയോരങ്ങളിലും എല്ലാം കൊടുക്കും, എല്ലാ ആഴ്ചയിലും. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. അത് ആഴ്ചയിൽ ഏതെങ്കിലും ആഴ്ച കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായിട്ട്
അവരെ സഹായിക്കും. രോഗികളെ കാണുകയും അവർക്ക് കൊണ്ട് സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്നത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ആകാശപ്പറവുകളെന്ന അഗതി മന്ദിരത്തിൽ പോകാറുണ്ട്. എല്ലാ ആഴ്ചയിലും പോകും. അവിടെ പോയി അവരുടെ വസ്ത്രങ്ങൾ അലക്കുകയും പാത്രങ്ങൾ കഴുകി കൊടുക്കുകയും സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്നത് അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഈ ഉടമ്പടി ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും എനിക്ക് അറിവില്ലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇനി എൻ്റെ ആഗ്രഹം മരണം വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനം അരുളി ചെയ്യുന്നു: സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഷീബ ജോൺ താൻ എങ്ങനെയാണ് തൻ്റെ ജീവിതമാകുന്ന സമുദ്രത്തിലൂടെ തുഴഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്, ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഈ തിരുവചന ഭാഗമാണ് ഷീബയുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുക. ഉടമ്പടി എടുത്തത് മുതൽ പിന്നീട് തനിക്ക് കിട്ടിയ ശക്തി, ധൈര്യം, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. സമുദ്രത്തിലൂടെ കടക്കുകയില്ലെന്നോ നദികൾ നമുക്ക് തടസ്സമായി വരില്ലെന്നോ ഇതൊന്നുമല്ല. ജ്വാല അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. ജീവിതത്തിൽ പൊള്ളുന്ന അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകയില്ലെന്നോ ഒന്നും ബൈബിൾ പറയുന്നില്ല. എന്നാൽ ഇവിടെയൊക്കെ തനിക്ക് കിട്ടിയ ധൈര്യം, തൻ്റെ ജീവിതം ഒരു ദുരന്തമുഖത്തായിരുന്നപ്പോൾ തൻ്റെ കുടുംബം മൊത്തം ആ ദുരന്തത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ ജീവിക്കണമോ എന്ന് പോലും ഒരു തീർച്ചയില്ലാതിരുന്നപ്പോഴാണ് ഷീബ ഇങ്ങോട്ട് കടന്നു വരിക. അങ്ങനെ ഈ മകള് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പിന്നീട് ധൈര്യം സംഭരിക്കുന്നു. താൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബസ്സിനുള്ളിൽ തന്നെ തൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ, തന്നെ ശക്തിപ്പെടുത്തുന്നത് പോലെ തനിക്ക് അനുഭവപ്പെട്ടു. അതാണ് സഞ്ചാരി മാതാവെന്ന് ജനങ്ങൾ വിളിക്കുന്ന, നാം നെഞ്ചിലേറ്റി നടക്കുന്ന കൃപാസന മാതാവിൻ്റെ സാന്നിധ്യം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വരുന്നു. എന്താണ് മകളെ കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 1984 മുതൽ തുടങ്ങിയ ധ്യാന പ്രസംഗങ്ങളും പിന്നീട് 85 താൻ ഗുരുവായത് മുതൽ, പ്രീസ്റ്റ് ആയത് മുതൽ തുടങ്ങിയ ഓരോ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളും ഇതെല്ലാമാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ നിക്ഷേപങ്ങൾ. ആ നിക്ഷേപത്തിലാണ് ഷീബ ജോണും ഇവിടെ വന്ന് ഒരു ഓഹരിക്കാരിയായി മാറുന്നത്. അങ്ങനെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ നന്മകൾ അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടുവാൻ ഇടയായി. സ്വർഗം സന്തോഷിച്ചു, സ്വർഗം തുറക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപയാണ് ഉടമ്പടി ജീവിതം എന്നുള്ളത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഇന്ന് അനേകായിരം മക്കളാണ് രക്ഷപ്പെടുന്നത്, അവർ ദൈവത്തിലേക്ക് അടുക്കുന്നത്. നാം ആരും ക്രൈസ്തവരായിട്ട് ജനിക്കാതിരുന്നിട്ടല്ല, പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് നമ്മൾ. എന്നാൽ എത്രയോ മക്കളാണ് പറയുക, ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ തങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് ഉടമ്പടിയിലൂടെയാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നവരാണ്. നാം വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ശാരീരികങ്ങൾ 7, ആത്മീകങ്ങൾ 7 എന്നൊക്കെ നാം പഠിക്കുന്നുണ്ട്. എന്നാൽ അതൊരു പഠനം മാത്രമാകുമ്പോൾ ഉടമ്പടി നമ്മെ ജീവിക്കാനായിട്ട് അനുവദിക്കുകയാണ്. നാം ജീവിക്കുകയാണ് ഉടമ്പടിയിൽ. എങ്ങനെ മറ്റുള്ളവരെ സേവിക്കണം,
കർത്താവിനെ പോലെ എങ്ങനെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം, അതാണ് ഈ മകൾ ഇന്നിവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ താൻ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ മറ്റുള്ളവരിൽ ഈശോയെ കാണാനുള്ള ഒരു കൃപ നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതൊക്കെ അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് അതിന് ഉദാഹരണമായിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് പാമ്പിൽ നിന്നൊക്കെ സംരക്ഷണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഉടമ്പടി അനുഭവങ്ങളാണ്. അങ്ങനെ തനിക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കൃപ നൽകിയ, അതുപോലെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ച, തനിക്ക് തൻ്റെ ജീവിതത്തിൽ HCV-C എന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസ്, അത് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ വൈറസ് 38 ലക്ഷം വൈറസ് അത് പാടെ ഇല്ലാതാകുന്നു. പിന്നീട് അത് 15 എണ്ണം മാത്രമായി മാറുന്നു. വീണ്ടും അതും ഇല്ലാതാകുന്നു. അതാണ് നാം കേട്ടത്. അങ്ങനെ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഇന്ന് ഷീബ ജോൺ ഈ അൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാമും അതിന് സാക്ഷികളാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.